ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ നമ്മൾ ഈസ്റ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും അല്ലെങ്കിൽ പുളിപ്പിച്ച നാളികേര വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ വെള്ളപ്പം ഉണ്ടാക്കുക. ഈ ഒരു വെള്ളപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും വേണ്ട, നമ്മൾ അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇപ്പോൾ ഇതാ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതിലത്തെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഊറ്റിക്കളയുക. എന്നിട്ട് അരി ഇതിലേക്ക് ഇടുക. അപ്പോൾ ഞാൻ പകുതി അരിയാണ് ഇതിലേക്ക് ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലിട്ടിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. അതായത് 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ. തേങ്ങ കുറച്ച് കൂടുതലായാലും പ്രശ്നമില്ല, അത്രയും ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ചേർത്തത് പച്ചരി ചോറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നാളികേര വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ വലിയ തേങ്ങയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഏതാണ്ട് 1 കപ്പ് കിട്ടിയിരിക്കുന്നു വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഒരു തേങ്ങയുടെ വെള്ളം കിട്ടുന്നത് വെച്ചാൽ അത് ഒഴിച്ചോളൂ കേട്ടോ. 1/2 കപ്പോ 3/4 കപ്പൊക്കെ ഒഴിക്കാം. കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 1 കപ്പുള്ള കാരണം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ പുളിപ്പിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള നാളികേര വെള്ളമാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് വീണ്ടും അരച്ചെടുക്കുക. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ ശരിക്കും അരഞ്ഞ് കിട്ടില്ല, വല്ലാതെ അങ്ങനെ തരിതരിയായിട്ട് കിടക്കും. അപ്പോൾ ഇതാ വീണ്ടും ഇത് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ്. ഈ ഈസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡയോ അല്ലെങ്കിൽ നാളികേര വെള്ളം പുളിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുളിച്ച് പൊന്തി വരുമ്പോൾ ഇത് അത്ര അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കറക്റ്റ് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാൻ ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരാനും നന്നായിട്ട് പൊങ്ങി കിട്ടാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് പഴയ അപ്പത്തിൻ്റെ മാവാണ്. അതായത് തലേ ദിവസത്തെ അപ്പത്തിൻ്റെ മാവ് അല്ലെങ്കിൽ ദോശമാവ്, ഇഡ്ഡലി മാവ് ആയാലും മതി കേട്ടോ. ഈ മാവ് ശ്രദ്ധിക്കുക, തലേ ദിവസം അല്ലെങ്കിൽ മുന്നേ നമ്മൾ അരച്ച് വെച്ച മാവെന്ന് പുളിച്ചു വന്നതിൻ്റെ ശേഷം ഫ്രഷ് ആയിട്ട് കുറച്ച് കോരി മാറ്റി വെക്കണം ഇതിലേക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ കുറേ ബാക്കിയാവുമ്പോൾ അത് ശരിക്കും പുളിച്ച് പൊന്താൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് പുളിച്ച് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് വേണ്ട മാവ് കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പിന്നെ പിറ്റത്തെ പ്രാവശ്യം അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ മാവ് മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ട് മുന്നത്തെ അരച്ച് വെച്ച മാവിൻ്റെ കൂടെ ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പം ഞാൻ മൊത്തം അരി മുഴുവൻ അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ടിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല ചൂടൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യണമെന്നില്ല, കാരണം കൈകൊണ്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് പുളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല തണുപ്പായിരിക്കുന്നു, അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, പാകത്തിന് പുളിച്ച് വരും. അപ്പോൾ അധികം തണുപ്പില്ലാത്ത സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഒഴിക്കുന്ന ആ മാവ് ഒരു കയ്യിലൊക്കെ ഒഴിച്ചാൽ മതിയാവും. കൂടുതലാവുമ്പോൾ കൂടുതൽ പുളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനി 8 മുതൽ ഒരു 10 മണിക്കൂർ വരെ പുളിക്കാൻ വേണ്ടി വയ്ക്കുക. അത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യാസമൊക്കെ വരും. തണുപ്പാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ തലേ ദിവസം അരയ്ക്കുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാവെള്ളം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിരുന്നത്. അതായത് മൊത്തം 1/4 കപ്പ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 3/4 കപ്പൊക്കെയാണ് തേങ്ങാവെള്ളം ഉള്ളൂ, അതായത് നാളികേര വെള്ളം ഉള്ളെങ്കിൽ ബാക്കി ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക. അതായത് മൊത്തം 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം അതിനനുസരിച്ച് കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ വീണ്ടും ഒന്ന് ലൂസാക്കാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടിക്കുള്ള അപ്പം നിങ്ങൾ ദോശക്കല്ലുമ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കുറച്ചും കൂടി ലൂസാവണം, നല്ലോണം അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ശരിയാവുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ അതിലിനി പഞ്ചസാര വേണ്ടവർക്ക് കുറച്ചും കൂടിയും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിനി ചേർക്കുന്നില്ല. ഇത് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 കയ്യിൽ മാവ് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടി വല്ലാതെ കൂടി പോവും. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് അതിങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ അടച്ചു വയ്ക്കുക.
അപ്പോൾ സൈഡ് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയം വെച്ചാൽ സൈഡ് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ കട്ടി കുറഞ്ഞ മാവായിട്ട് നമുക്ക് ദോശക്കല്ലിൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈസ്റ്റിനും സോഡയ്ക്കൊക്കെ പ്രശ്നമുള്ള ആളുകൾ കുറേ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാവും. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള അപ്പം റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്, ഒരു പൊട്ടറ്റോ സ്റ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക് ഇടുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചേർക്കുക. നല്ല പഴുത്ത തക്കാളിയാവണം കേട്ടോ, അധികം പുളി ഉണ്ടാവരുത്. തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ വെള്ളം, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഇത് കുറച്ചും കൂടി കൊഴുപ്പോട് കൂടി കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദ കലക്കിയത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദ ചേർക്കുന്നത് കൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വ്യത്യാസമോ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. 1/2 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ. കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കണം. ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക. ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടുള്ള പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ പെരിഞ്ജീരകം വേണ്ട, കുരുമുളകിൻ്റെ മാത്രം ഫ്ലേവർ മതിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടിയും ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയത് ചേർക്കുക. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള പൊട്ടറ്റോ സ്റ്റൂ. കുറച്ച് സാധാരണ ഉണ്ടാക്കുന്ന സ്റ്റൂന്ന് കുറച്ചൊരു വ്യത്യാസമുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്